എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം 2026 പല വിദ്യാർത്ഥികളും ഒരുപാട് തരത്തിലുള്ള സംശയങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറച്ചധികം വിദ്യാർത്ഥികൾ ചോദിച്ചതായ സംശയം നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. മാക്സിമം നമ്മളത് വീഡിയോ ആയിട്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന രണ്ട് സംശയങ്ങളാണ് പ്രധാനമായും എടുക്കുന്നത്. ഇതിലൊന്നെന്ന് പറയുന്നത് ജയിക്കാൻ എത്ര മാർക്ക് വേണം, അതായത് സേ ഓർ സേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ജയിക്കാൻ എത്ര മാർക്ക് വാങ്ങണം. അതുപോലെ തന്നെ +2 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ നിലവിലുണ്ടായിരുന്നതിനെ കഴിഞ്ഞും, അതായത് നിലവിൽ ഇപ്പോൾ ഇത്ര മാർക്ക് ഉണ്ട്, അതിനെ കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏത് മാർക്കായിരിക്കും പരിഗണിക്കുക എന്നുള്ള നിരവധി സംശയങ്ങൾ പല വിദ്യാർത്ഥികളും നമ്മളോട് ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ഇതിനുള്ള മറുപടി നമുക്ക് നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയുന്ന +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാം 2026 ജയിക്കാൻ എത്ര മാർക്ക് വേണം, +2 ഇംപ്രൂവ്മെന്റ് എക്സാം മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഏതായിരിക്കും പരിഗണിക്കുക, മാർക്ക് കുറഞ്ഞാൽ ഏതായിരിക്കും പരിഗണിക്കുക എന്ന രണ്ട് സംശയങ്ങളാണ് പല വിദ്യാർത്ഥികൾ നമ്മളോട് ഉന്നയിച്ചത്. അതായത് നമുക്ക് സേ പരീക്ഷയുടെ കാര്യം എടുക്കാം. +2 സേ പരീക്ഷയുടെ കാര്യം എടുക്കാൻ ജയിക്കാൻ എത്ര മാർക്ക് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ജയിക്കാൻ നിങ്ങൾക്ക് മുൻപേ എത്ര തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ 80 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യണം, 24 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ഒരു വിദ്യാർത്ഥി 18 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. ഈ തരത്തിൽ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ ഇപ്പോൾ ജയിക്കാൻ എത്ര മാർക്ക് വേണം എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടി തന്നെ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 80 മാർക്കിൻ്റെ എക്സാമിന് 24, 60 മാർക്കിൻ്റെ എക്സാമിന് 18 മാർക്ക്. ഇത് നിങ്ങൾ +1ഉം +2 ഒക്കെ നിങ്ങൾ ഏതാണ്ട് ഈ പാത്വേ കണ്ടു വന്നവരാണ്. അപ്പോൾ അതേ പാത്വേ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ പല വിദ്യാർത്ഥികളും ചോദിച്ച മറ്റൊരു സംശയമാണ് +2 ഇംപ്രൂവ്മെന്റ് എക്സാമിൽ മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യും, ഏതായിരിക്കും പരിഗണിക്കുക എന്ന്. തീർച്ചയായും പ്രിയ വിദ്യാർത്ഥിയോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ +2 എക്സാം വന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഇംഗ്ലീഷ് എന്ന ഉദാഹരണത്തിലൂടെ പറയാം, ഇംഗ്ലീഷ് എന്ന വിഷയത്തിന് നിങ്ങൾക്ക് എന്താണ് ഉദാഹരണം പറയാം 30 മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത്. എന്നാൽ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്കത് 25 മാർക്കായി കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും പരിഗണിക്കുക? വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല, കൂടിയ മാർക്ക് പരിഗണിക്കപ്പെടും. അതായത് നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിൽ മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിലവിലുള്ള മാർക്കായിരിക്കും പരിഗണിക്കപ്പെടുക. ഇനി ഇംപ്രൂവ്മെന്റ് എക്സാമിൽ മാർക്ക് കൂടിയാൽ കൂടിയ മാർക്ക് പരിഗണിക്കും. ചുരുക്കി ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ കൂടിയ മാർക്ക്, റെഗുലർ എക്സാമിൻ്റെ ആണോ ഇംപ്രൂവ്മെന്റ് എക്സാമിൻ്റെ ആണോ, ഏതാണ് കൂടിയ മാർക്കായിരിക്കും പരിഗണിക്കപ്പെടുക. ഇനിയിപ്പം നിങ്ങളിപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതി കഴിയുമ്പോൾ നിലവിലുള്ള മാർക്കിനെ കഴിഞ്ഞും കുറയുകയാണെങ്കിൽ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന കൂടിയ മാർക്കായിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം 500 രൂപ, ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിച്ചിട്ട് ഇംപ്രൂവ്മെന്റ് എക്സാം ആകെ ഒന്നേ എഴുതാൻ പറ്റും, ഞാനിപ്പോൾ 500 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുണ്ടായിരുന്നതിനെ കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികൾ പറയുന്നത്, ഇംപ്രൂവ്മെന്റ് എക്സാമിന് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിലവിലുണ്ടായിരുന്നതിനെ കഴിഞ്ഞ് മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന മാർക്ക് തന്നെ പരിഗണിക്കും എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ സ്ക്വയർ ഫുഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.